ഇറാനിൽ പട്ടാളം അധികാരമേറ്റെടുത്തതിന്റെ മാറ്റങ്ങൾ ഇതാ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി പലതും ഇവിടെ നടക്കും. ഹോർമുസ് വിട്ടുകൊടുക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. ഇറാന്റെ അനുവാദമില്ലാതെ അവിടെ കൂടി കടന്നു പോകുന്ന ഏതൊരു കപ്പലിനെയും കത്തിച്ച് ചാമ്പലാക്കാൻ IRGCയിലെ പുലിക്കുട്ടികൾ ഹോർമുസിൽ തമ്പടിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച ഈ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇത് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള നിയന്ത്രണം വ്യക്തമാക്കുന്ന പുതിയ ഭൂപടം 2026 മെയ് 4-നാണ് ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാതയിൽ ഇറാന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിനായുള്ള വലിയൊരു നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. 2026 ഫെബ്രുവരി അവസാനം മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇറാന്റെ ഈ നീക്കം. തങ്ങളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ ഉപരോധങ്ങൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനുമായി കടലിടുക്കിനെ ഒരു രാഷ്ട്രീയ സൈനിക ആയുധമായി ഇറാൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഹോർമുസ് ശരിക്കും ആരുടെ അവകാശത്തിലാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന വിഷയത്തിലേക്ക് വരാം. ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ആഗോള രാഷ്ട്രീയങ്ങളിലും സാമ്പത്തിക രംഗത്തും വലിയ ആശങ്കകൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയാണ് ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേരിയ ചലനങ്ങൾ പോലും ആഗോള വിപണിയെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഈ പാതയിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്നാണ് ഇറാൻ പ്രധാനമായിട്ടും ഉയർത്തുന്ന അവകാശവാദം. അന്താരാഷ്ട്ര നിയമങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ വലിയ സങ്കീർണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ, അതായത് UNCLOS പ്രകാരം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഇത്തരം കടലിടുക്കിലൂടെയുള്ള ട്രാൻസിറ്റ് പാസേജ് അല്ലെങ്കിൽ തടസ്സമില്ലാത്ത യാത്ര അനുവദനീയമാണ്. എന്നാൽ ഇറാൻ ഈ ഉടമ്പടി പൂർണ്ണമായും അംഗീകരിക്കാത്തതിനാൽ തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് കരുതുന്ന കപ്പലുകളെ തടയാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് നിയമപരമായ വലിയ തർക്കങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. അടുത്ത കാലത്തായി മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിച്ചതും കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഈ പാതയിലൂടെയുള്ള സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ നാവികസേനയെ വിന്യസിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടിയായി കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള എണ്ണവില വർധനവിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കാരണമായിട്ടുമുണ്ട്. ഈ തർക്കങ്ങൾ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല, മറിച്ച് ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുടെ താല്പര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നീക്കം നടന്നാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഈ വിഷയത്തെ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും സൈനികമായ കരുത്തു പ്രകടനങ്ങൾ മേഖലയിൽ വലിയ വെല്ലുവിളിയായിട്ട് തുടരുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഭൗമരാഷ്ട്രീയ വാദങ്ങളും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളിലെ സങ്കീർണതകളും വിശകലനം ചെയ്താൽ ഹോർമുസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം നമുക്ക് വ്യക്തമായി തുടങ്ങും. ഇറാനിയൻ പക്ഷത്തു നിന്നുള്ള വാദപ്രകാരം ഈ കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയല്ല, മറിച്ച് ഇറാനും ഒമാനും തമ്മിൽ പങ്കിടുന്ന പ്രാദേശിക സമുദ്ര മേഖലയാണ്. ഭൗമശാസ്ത്രപരമായി നോക്കുമ്പോൾ ഏകദേശം 21 നോട്ടിക്കൽ മൈൽ മാത്രം വീതിയുള്ള ഈ കടലിടുക്കിൽ 2 രാജ്യങ്ങളുടെയും 12 നോട്ടിക്കൽ മൈൽ വീതം വരുന്ന പ്രാദേശിക സമുദ്ര പരിധി കണക്കിലെടുത്താൽ അവിടെ അന്താരാഷ്ട്ര ജലപാതയ്ക്കുള്ള സ്വതന്ത്രമായ ഇടം അവശേഷിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീ അനുസരിച്ചുള്ള ഇന്നസെന്റ് പാസേജ് എന്ന ആശയമാണ് ഈ തർക്കത്തിൽ ഏറെ നിർണായകമാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. തീരദേശ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകാത്ത തരത്തിൽ ചരക്കു കപ്പലുകൾക്കും മറ്റും സമുദ്രാതിർത്തിയിലൂടെ കടന്നു പോകാനുള്ള അവകാശമാണിത്. എന്നാൽ ആർട്ടിക്കിൾ 19 പ്രകാരം വിദേശ കപ്പലുകൾ സൈനിക അഭ്യാസങ്ങളിലേക്കോ അതുപോലെ തന്നെ ചാരപ്രവൃത്തിയിലേക്കോ ഏർപ്പെടുന്നത് ഈ അവകാശത്തെ ലംഘിക്കുന്നതിന് തുല്യവുമാണ്. അമേരിക്കയെ പോലെയുള്ള ശക്തികളുടെ സൈനിക സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നും അതിനാൽ അത്തരം കപ്പലുകളെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാണ് ഇറാൻ ഇവിടെ പ്രധാനമായിട്ട് ഉയർത്തുന്ന വാദം. ഇറാന്റെ ഈ നിലപാടിനെ ബലപ്പെടുത്താൻ അവർ ഉയർത്തി കാണിക്കുന്നത് UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാൽ സ്വയം പ്രതിരോധത്തിനായി സൈനിക നടപടികൾ സ്വീകരിക്കാൻ ഒരു രാഷ്ട്രത്തിന് അവകാശമുണ്ട് എന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു.
ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നത് പ്രകോപനപരമായി കണക്കാക്കി അവയെ പ്രതിരോധിക്കുന്നത് നിയമപരമാണ് എന്നാണ് ഇറാൻ സമർത്ഥിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അന്താരാഷ്ട്ര നിയമങ്ങളിലെ വകുപ്പുകളും ഉപയോഗിച്ചാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ അധീശത്വം ന്യായീകരിക്കുന്നത്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള സൈനിക സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്ന ഘടകവുമാണ്. ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുള്ള ഇറാൻ അമേരിക്ക തർക്കങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല എന്നും മറിച്ച് ആഗോള സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ശീതയുദ്ധം യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലുമാക്കുന്നുണ്ട്. ഇറാന്റെ അവകാശവാദങ്ങൾ പ്രകാരം ഈ കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഇത്തരം തന്ത്രപ്രധാന ജലപാതകൾ എല്ലാ രാജ്യങ്ങൾക്കും സഞ്ചാരയോഗ്യമായിരിക്കണമെന്നും പറയുന്നു. ഈ നിയമപരമായ തർക്കങ്ങൾക്കിടയിലാണ് സൈനികമായ നീക്കങ്ങൾ നടക്കുന്നത്. ഇത് US സഖ്യകക്ഷികളുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നിയന്ത്രണങ്ങളും ഇതിന് മറുപടിയായി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൈനിക വിന്യാസങ്ങളും മേഖലയെ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ എത്തിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇറാൻ അല്ല ഒരു കാര്യത്തിനും മുന്നോട്ട് വന്നത് എന്നതുകൂടി നമ്മൾ ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ പ്രധാനമായും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവുമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് സത്യവും. കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ഡ്രോൺ നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നതും അതുപോലെ അമേരിക്കൻ ഉപരോധങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ മറുപടി തന്നെയാണ്. അതേസമയം സമുദ്രയാത്രയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്ക എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം നമുക്ക് പകൽ പോലെ വ്യക്തവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ പോലുള്ള ഉടമ്പടികൾ നിലവിലുണ്ട് എങ്കിലും ഇറാനും അമേരിക്കയും അത് വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം നിയമപരമായ പരിഹാരങ്ങളെ മുഴുവൻ അസാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും അവർക്ക് വേണ്ട രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുമില്ല എന്നത് മറ്റൊരു സത്യവും. ഇറാന്റെ ആണവ പരിപാടികളും മിസൈൽ സാങ്കേതിക വിദ്യയും ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ്. ആണവ കരാറുകളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും തുടർന്നുണ്ടായ സാമ്പത്തിക ഉപരോധങ്ങളും ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇറാന് നൽകുന്ന പരോക്ഷമായ പിന്തുണയും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷികളുടെ കടുത്ത നിലപാടുകളും ഈ ഭൗമരാഷ്ട്രീയ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഒമാൻ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ ഇതുവരെ പൂർണ്ണ ഫലം കണ്ടിട്ടുമില്ല. അമേരിക്കയിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടുകളും ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും വരും ദിവസങ്ങളിൽ നിർണായകമാണ്. കടലിടുക്ക് ഭാഗികമായെങ്കിലും അടയ്ക്കപ്പെട്ടാൽ അത് ആഗോള ഇന്ധന വിലയിൽ വലിയ വർധനവിന് കാരണമാകുകയും ലോക സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികമായ ഏറ്റുമുട്ടലുകൾക്ക് പകരം നയതന്ത്രപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് ലോകം മുഴുവൻ വിലയിരുത്തുന്നുണ്ട്. ഒരു ചെറിയ സൈനിക പിഴവ് പോലും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മുനമ്പിലാണ് ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച തർക്കങ്ങളിൽ ഇറാന്റെ നിലപാടുകൾ കേവലം പ്രകോപനങ്ങൾ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ നിരന്തരമായ സാന്നിധ്യവും സമ്മർദ്ദവും തങ്ങളുടെ അതിർത്തിക്കരികിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്വന്തം സമുദ്രാതിർത്തിയിൽ നിയന്ത്രണം ഉറപ്പാക്കുക എന്നത് ഏതൊരു സ്വതന്ത്ര രാഷ്ട്രത്തെയും പോലെ ഇറാന്റെയും അവകാശമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഒരു പ്രതിരോധ കവചമായി ഇറാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോള ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളിലും